ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നത് പോലെ ജനുവരി മാസത്തിൽ ഡൊമിനിക്കും തുടരും റിലീസാവുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. ഇത് നമ്മൾ തുടരുവിനാണ് കൂടുതൽ പ്രതീക്ഷ വച്ചിരുന്നത്. അപ്പം ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ റിലീസ് മാറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ അന്ന് പറഞ്ഞിരുന്നത് അതിൻ്റെ റീഷൂട്ട് കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. റീഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പേഴ്സണലായിട്ട് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ വെളി വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ OTT കച്ചവടങ്ങൾ നടന്നിട്ടില്ല. അവർ വിചാരിച്ചതുപോലെ OTT കച്ചവടങ്ങൾ നടന്നിട്ടില്ല. അത് നടന്നതിന് ശേഷം മാത്രമേ അവർ റിലീസിനെ വിടുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആശീർവാദ് ഫിലിംസ് അല്ല ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് വേറൊരാളാണ്, വേറൊരു ടീമിനാണ്. അവർ രജപുത്ര ഫിലിംസ് എന്ന് പറയുന്ന ഒരു ടീമിനാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ പ്രൊഡ്യൂസറായിട്ടുള്ളത്. അപ്പം അവർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ളൊരു കമ്പനി, അത്രയ്ക്കും ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ളൊരു കമ്പനിയല്ല. അപ്പോൾ അവർക്ക് OTT കച്ചവടം നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സിനിമ പ്രോഫിറ്റബിളായിട്ട് മാറുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 35 കോടി രൂപയോളം ബഡ്ജറ്റ് വരുന്ന സിനിമ, ഒരു 15 കോടിയെങ്കിലും അവർക്ക് OTT നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് കിട്ടുന്നില്ല. അത് കിട്ടിയാൽ മാത്രമേ അവർക്ക് തിയേറ്ററിലോട്ട് ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മോഹൻലാൽ സിനിമകൾ നമുക്കറിയാം, വയാർ പ്രതീക്ഷയോട് പറഞ്ഞ സിനിമകൾ പോലും തിയേറ്ററിൽ തകർന്നടിയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതേപോലെ തിയേറ്ററിൽ തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ OTTക്കാർ പോലും അത് എടുക്കില്ല. അല്ലെങ്കിൽ തന്നെ OTT എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നിശ്ചിത തുക കാണും. ആ തുകയിൽ മാത്രമേ OTTക്കാർ എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ OTT കച്ചവടം നടത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് രജപുത്ര ഫിലിംസ് തുടരുമെന്ന് പറഞ്ഞ സിനിമ OTT കച്ചവടം നടത്തുന്നു. അന്ന് പറഞ്ഞുകൊണ്ട് സിനിമയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്നതല്ല. അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സമയം നമ്മളെല്ലാവരും നല്ല സിനിമകളാണ് നിർമ്മിക്കുന്നത്. എല്ലാ സിനിമകളും നല്ലതാവണമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത് തുടരുമെന്ന് പറഞ്ഞ സിനിമ അവർ രജപുത്ര ഫിലിംസ് ആയതുകൊണ്ട് അവർക്ക് OTT കച്ചവടം നടന്നതിന് ശേഷം ഒരു സേഫായിട്ട് തിയേറ്ററിലോട്ട് റിലീസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവർ ചിലപ്പം റിലീസ് മാറ്റാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു 90% ഉറപ്പായിട്ടുണ്ട്. തുടരുമെന്ന് പറഞ്ഞ സിനിമ റിലീസ് ഡേറ്റ് മാറ്റുന്നത് മാത്രമല്ല, മോഹൻലാൽ ആരാധകർക്കൊരു നിരാശ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ സിനിമ എമ്പുരാൻ മാർച്ച് 26 ശേഷമായിരിക്കും തുടരുമെന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഡൊമിനിക്ക് മാത്രമായിരിക്കും നമ്മുടെ ഇപ്പം ജനുവരി മാസം റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടരുമെന്ന് പറഞ്ഞ സിനിമ ജനുവരിയിൽ തുടരില്ല. എന്തായാലും ഫെബ്രുവരിയിൽ ചിലപ്പോൾ തുടർന്നേക്കാം. സാധ്യത മാർച്ച് 26 ശേഷം, അതായത് ഏപ്രിൽ മാസമോ മെയ് മാസമോ ആയിരിക്കും മിക്കവാറും തുടരുമെന്ന് പറഞ്ഞ സിനിമ റിലീസാവാൻ സാധ്യത. ഇനി ഇതിന് മോഹൻലാൽ ഫാൻസ് മിക്കവാറും താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ പൂരപ്പറമ്പാക്കിയിട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളൊന്ന് കാത്തിരിക്കും. ഉടനെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരും. ചിലപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഇവർ വരൂലെന്ന് തോന്നിപ്പിച്ചിട്ട് വരുമെന്നുള്ള രീതിയിൽ പോവുകയാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഡൊമിനിക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡൊമിനിക്കിന് ഒരു പ്രൊമോഷൻ പോലും ഇപ്പോൾ അവർ കൊടുക്കുന്നില്ല. 2 ദിവസമേ റിലീസ് ആവാനുള്ളൂ, എന്നിട്ട് പോലും അവർ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ചിലപ്പോൾ സിനിമ അത്രയ്ക്കും മികച്ചതായിരിക്കുമോ അതോ പ്രൊമോഷൻസിൻ്റെ ആവശ്യമില്ലയോ എന്നുള്ള കാര്യമെന്ന് പറഞ്ഞുള്ള ഒരു ഇൻ്റർവ്യൂ പോലും ഈ ഡൊമിനിക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ പേരിൽ കണ്ടില്ല. മമ്മൂട്ടി കമ്പനിയുടെ സിനിമയായിട്ട് പോലും ഡൊമിനിക്കിന് ഒരു പ്രൊമോഷൻ പോലും അവർ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിൻ്റെ രഹസ്യങ്ങളിൻ്റെ വെളിയിൽ പോവാതിരിക്കാനാണോ അതോ പ്രൊമോഷൻസാണോ അതോ നമ്മുടെ ജോർജേട്ടൻ്റെ മോളുടെ കല്യാണമായിരുന്നോ ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിറകെ അവർ പോയി നടന്നത് കൊണ്ടാണോ പ്രൊമോഷൻ കൊടുക്കാതെ. അങ്ങനെ ഒരു സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാതിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സിനിമ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് അറിയാം. അപ്പം ഡൊമിനിക്കായിരിക്കും ജനുവരിയിൽ റിലീസാകാൻ പോകുന്നത്.